ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അച്ഛനെ കൊണ്ട് കൂടെ ചേച്ചിയുണ്ട് കേട്ടോ. ശ്വാസമുട്ടലായ കാരണം അച്ഛനെ കൊണ്ട് വന്നതാണ്. വേറെ പേടിക്കാനൊന്നുമില്ല. കാലത്ത് ഒരു 9 മണിക്ക് വന്നതാണ്. ഒറ്റപ്പാലത്തേക്ക് കൊണ്ടുപോയപ്പോൾ ശ്വാസമുട്ടലിന് കുറച്ചധികമാണ്. അപ്പം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും 2 ദിവസം അഡ്മിറ്റ് ആക്കണം പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ അഡ്മിറ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ചോറും പാത്രമൊക്കെ കൊണ്ടുപോയപ്പോൾ കഞ്ഞി, അതേപോലെ മുതിര കൊണ്ട് ഉപ്പേരിയൊക്കെ കിട്ടി കേട്ടോ. അടിപൊളി കഞ്ഞി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾക്കൊക്കെ നല്ല കഞ്ഞിയൊക്കെ വിളമ്പി തന്നു. ഞങ്ങളത് കഴിച്ചു. വിശന്നിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും ഒരു 11:30 ആയിട്ടുണ്ടാവും കഴിക്കുമ്പോൾ. അപ്പോൾ ഞാനും കഞ്ഞിയൊക്കെ കുടിച്ചു. അടിപൊളി കഞ്ഞിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ സ്നേഹത്തോട് തരുന്ന കഞ്ഞി മുതിരപ്പേരൊക്കെ ഞങ്ങൾ കഴിക്കുകയാണ്. പിന്നെ കൂടെ ചേച്ചിയുണ്ട് കേട്ടോ കൂടെ. പിന്നെ അച്ഛനുമുണ്ട്. പിന്നെ ബ്ലഡ് നോക്കലും സ്കാനിങ്ങും ഒക്കെ എല്ലാം നോക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്ക് സമയം 1:30-2 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹോസ്പിറ്റലിൽ കേസാണ്. പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിലത്തെ ഇട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. കുഴപ്പമൊന്നുമില്ല. അച്ഛന് ശ്വാസമുട്ടലിൻ്റെ ഒരു ചെറിയൊരു കുഴപ്പം തന്നെ ഉള്ളൂ. അപ്പോൾ അത് അധികമായപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തി. പിന്നെ ഞങ്ങൾ ഉച്ച ആവാറായപ്പോഴാണ് കേട്ടോ. ഞങ്ങളൊരു 1:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ നിറയെ ആൾക്കാർ നല്ല ചിട്ടയോട് കൂടിയാണ് കേട്ടോ വരിയൊക്കെ നിൽക്കുന്നത്. അധികം ബഹളങ്ങളൊന്നും ഇല്ലാതെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ സ്നേഹത്തോടെ ഞങ്ങളുടെ അനിയന്മാരും ചേട്ടന്മാരും അവരൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. നമുക്കത് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് വിശന്നിരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടുക എന്ന് പറയുമ്പോൾ അത് അത്രയും വലിയ നല്ലൊരു കാര്യമാണ്. ചിലർ കയ്യിലൊക്കെ പൈസ ഉണ്ടാവില്ല വിശന്നിരിക്കുമ്പോൾ. കാരണം 4-5 പേരൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ക്യാഷൊന്നും ഉണ്ടാവില്ല. ഞാനും ചേച്ചിയും കൂടിയൊക്കെ പോയിട്ട് വരി നിന്നു കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഓരോ പൊതിച്ചോറ് അവർ പൊതിഞ്ഞ് കെട്ടി എല്ലാം ഉണ്ടാക്കണത് ഒന്ന് ആലോചിച്ച് നോക്കും എല്ലാവരും. അപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിക്കണത് വണ്ടിയിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അവിടെ എത്തിക്കണു. നമ്മളിത് ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ നമ്മൾ നല്ലതായിട്ട് ഞങ്ങൾ വരിയൊക്കെ നിന്ന് ഞങ്ങൾ പൊതിച്ചോറൊക്കെ വാങ്ങുകയാണ് കേട്ടോ. 3 പൊതിച്ചോറ് കിട്ടി കേട്ടോ. ആദ്യം എനിക്കും ചേച്ചിക്കും ഓരോന്ന് കിട്ടി. അപ്പോൾ അച്ഛനും വാങ്ങണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി ബാക്കിൽ പോയി നിന്നിട്ട് ഒരു പൊതിയും കൂടി വാങ്ങി. അവർ നല്ല സ്നേഹത്തോട് കൂടെ തന്നെയാണ് കേട്ടോ നല്ലതിൽ തന്നതും. ഞങ്ങൾ എന്നിട്ട് അച്ഛന് കഴിക്കാൻ കൊടുത്തു. അപ്പോഴേക്ക് നല്ല തിരക്കൊക്കെ വന്നു കേട്ടോ. 2ാം ട്രിപ്പ് വേറെ വണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു കിട്ടാത്ത ആൾക്കാർക്ക്. പിന്നെ ചിലവരൊക്കെ പിന്നെ ബാക്കിൽ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിലവരൊക്കെ സ്ഥലങ്ങൾ അടിയും പിടിയൊക്കെ ഉണ്ടാവും. തിരക്കിൽ വന്ന് നിന്നു. അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. ഞാനവിടെ പോയപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷമൊക്കെ അതാണ്. അങ്ങനെ 2 പൊതിച്ചോറല്ല 3 പൊതിച്ചോറാണ് കേട്ടോ കിട്ടിയത്. ഇതിലെന്തൊക്കെയെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അച്ഛന് കൊടുത്തു. അവിടെ പോയിട്ട് അച്ഛന് അച്ഛൻ നല്ലതിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. പകുതി കഴിച്ചുള്ളൂ, മുഴുവനൊന്നും കഴിച്ചില്ല കേട്ടോ. പകുതി കഴിച്ചുള്ളൂ. പിന്നെ സമയം 3:30 ആയപ്പോഴാണ് ഞാൻ കഴിച്ചത്. അച്ഛന് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോയപ്പോൾ അവിടെ തന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ കുടിച്ച് കൈയൊക്കെ കഴുകിയിട്ട് പുറത്ത് പോയിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഒരാൾ വേണമല്ലോ. അപ്പോൾ ചേച്ചിനെ അവിടെ നിർത്തി. എന്നിട്ട് ഞാനവിടെ പുറത്ത് പോയിട്ട് അവിടെ പോയിരുന്ന് കഴിച്ചു കേട്ടോ. എനിക്ക് കിട്ടിയത് കാബേജ് ഉപ്പേരി, പിന്നെ മുട്ട ഓംലെറ്റ്, പിന്നെ ഉണക്കപ്പയർ ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കറി ഉണ്ടായിരുന്നില്ല. അതിൽ കടുമാങ്ങ ഉണ്ടല്ലോ, ആ കടുമാങ്ങ ഒരു കഷ്ണം ഉണ്ടായിരുന്നു. കഷ്ണമല്ല, ഒന്ന് അങ്ങനെയാണ് ചെറുത്, അതുണ്ടായിരുന്നു. അത് കൂട്ടിയിട്ട് അത്ര നല്ല സന്തോഷത്തോടു കൂടെ പൊതിച്ചോറൊക്കെ കഴിച്ചു. വളരെ വളരെ സന്തോഷമായി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജിലുള്ള ചില ആശുപത്രികളിലൊക്കെ ഉണ്ടല്ലോ പൊതിച്ചോറ്. അപ്പോൾ നമ്മളത് ഭക്ഷണം മുഴുവൻ പുറത്തേക്ക് കളയാതെ നമ്മൾ
കഴിക്കുക. ആവശ്യമുള്ള പൊതിച്ചോറ് മാത്രമാണ് വാങ്ങാൻ പാടുള്ളൂ, ആവശ്യമില്ലെങ്കിൽ വാങ്ങരുത്. ഒരുപാട് കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും ചോറൊക്കെ കേടുവരും. അതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ പറ്റുമോ, അതുകൊണ്ട് അപ്പം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അവരത്രയും ബുദ്ധിമുട്ടുണ്ടാക്കി കൊണ്ടുവരുന്ന ഭക്ഷണം വേസ്റ്റാക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അതൊക്കെയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ അവസാനിക്കാറായിട്ടോ. പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഒരു കണ്ടൻറ്റ് പറയാൻ ഇതന്നെ ഉള്ളൂ. ഇപ്പോൾ 2 ദിവസമൊക്കെയാണ് അച്ഛനെ ഇവിടെ കിടക്കേണ്ടി വരുള്ളൂ. പിന്നെ അമ്മ വീട്ടിലുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ സുഖമില്ലാത്ത കാരണം, കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ കാരണം ഞാനും ചേച്ചിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ 3 മണി നേരത്തെ അതാവുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ആരും എന്നെ നോക്കി നിന്നൊന്നുമില്ല. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണം. അങ്ങനെ ആ പ്രശ്നമൊന്നും വന്നില്ല. വിശപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് കുറച്ച് സ്ഥലം കിട്ടി. അതുകൊണ്ട് നാണക്കേടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ വിശപ്പ് കാരണം ഞാൻ അവിടെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്ന് എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം കേട്ടോ. ഇനി വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇനിയും ഞാനിങ്ങനെ ഓരോ പുതിയ വീഡിയോ ആയിട്ട് വരും. പുതിയ സബ്സ്ക്രൈബുള്ള പുതിയ കൂട്ടുകാർക്കും എൻ്റെ പഴയ കൂട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്. പിന്നെന്താ വേറെ വിശേഷമൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. അപ്പോൾ ഞാനൊരു കാറിൻ്റെ അവിടെ സൈഡിലാണ് ഇവിടെ ചോറിനാണ് കേട്ടോ. അങ്ങനെ ചോറിനലൊക്കെ കഴിഞ്ഞു. ബാക്കി വേസ്റ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് അവിടെ ഇടാൻ. പുറത്തും ഇടാൻ പാടില്ല. പുറത്ത് അവിടെ ക്യാമറ ഒക്കെ ഉണ്ട്. എവിടെയെങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അടി ഉറപ്പാവും. അതുകൊണ്ട് ഞാൻ കയ്യോടുകൂടെ തന്നെ ഞാൻ കൊടുന്ന